പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ലോക സാമ്പത്തിക ക്രമത്തെയും തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വമ്പൻ ഭൗമരാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചാണ് ഇനി. ദശാബ്ദങ്ങളായി തോളോട് തോൾ ചേർന്ന് നിന്ന് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇന്നൊരു തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ്. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഖത്തർ ഉപരോധത്തിന് സമാനമായ അഥവാ അതിനേക്കാൾ ഗൗരവമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗൾഫിൽ നിലനിൽക്കുന്നത്. 2025 ഡിസംബറിൽ യമനിലെ അൽ മുക്കല്ല തുറമുഖത്തിന് സമീപം UAE പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്ക് നേരെ സൗദി നടത്തിയ ബോംബ് ആക്രമണം ഈ ബന്ധത്തിലെ വിള്ളൽ എത്രത്തോളം വലുതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. റിയാദും അബുദാബിയും തമ്മിലുള്ള ഈ പവർ സ്ട്രഗിൾ കേവലം ഒരു പ്രാദേശിക തർക്കമല്ല. ഇത് ആഗോള എണ്ണ വിപണിയെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കും? വിശദമായി നോക്കാം. യമനാണ് ഈ ഒരു തർക്കത്തിന്റെ പ്രഭവ കേന്ദ്രം. ഹൂതികൾക്കെതിരെ ഒന്നിച്ചു പോരാടാൻ ഇറങ്ങിയ സൗദിയും UAEയും ഇന്ന് യമനിലെ വ്യത്യസ്ത വിഭാഗങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത്. 2025 അവസാനത്തോടെ UAE പിന്തുണയുള്ള സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ STC ദക്ഷിണ യമനിൽ വൻ മുന്നേറ്റം നടത്തി. ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ട സൗദി അപ്രതീക്ഷിതമായി വ്യോമാക്രമണം നടത്തിയാണ് പ്രതികരിച്ചത്. ഇന്ന് യമൻ ഒരു പ്രോക്സി യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. സൗദി അറേബ്യ യമനിലെ ഔദ്യോഗിക ഗവൺമെന്റിനെ പിന്തുണയ്ക്കുമ്പോൾ UAE തന്ത്രപ്രധാനമായ തുറമുഖങ്ങളെയും കടൽപാതകളെയും നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ താൽപര്യങ്ങളുടെ വൈരുദ്ധ്യം 2026 തുടക്കത്തിൽ ഈ രണ്ട് രാജ്യങ്ങളെയും ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യമന് പുറമെ മറ്റൊരു വലിയ യുദ്ധം നടക്കുന്നത് ബിസിനസ് ലോകത്താണ്. സൗദി അറേബ്യയുടെ വിഷൻ 2030 ഇതിന്റെ പ്രധാന കാരണമാണ്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയെ മേഖലയിലെ ഏക സാമ്പത്തിക കേന്ദ്രമാക്കണം, അതായത് ഗ്ലോബൽ ബിസിനസ് ഹബ് ആക്കണം. ഇതിനായിട്ട് ആഗോള കമ്പനികളോട് തങ്ങളുടെ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് റിയാദിലേക്ക് മാറ്റാൻ സൗദി കർശനമായി ആവശ്യപ്പെടുന്നു. ഇത് ദുബായിയുടെയും അബുദാബിയുടെയും ബിസിനസ് മേധാവിത്വത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ്. എണ്ണ ഉൽപാദനത്തിന്റെ കാര്യത്തിലും ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. UAE തങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് പരമാവധി വരുമാനം ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സൗദി എണ്ണവില നിയന്ത്രിക്കാനായി ഉൽപാദനം കുറയ്ക്കാനാണ് OPEC യോഗങ്ങളിൽ വാദിക്കുന്നത്. ഈ ഇക്കണോമിക് വാർ കാരണം പല കമ്പനികളും ഏത് രാജ്യം തിരഞ്ഞെടുക്കണം എന്ന ആശയക്കുഴപ്പത്തിലാണ്. ഇവിടെയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉള്ളത്. സൗദി അറേബ്യയും UAEയും ഇപ്പോൾ വ്യത്യസ്ത നയതന്ത്ര സഖ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വമ്പൻ പ്രതിരോധ കരാറിൽ സ്ട്രാറ്റജിക് മാനുവൽ ഡിഫൻസ് എഗ്രിമെന്റിൽ ഒപ്പിട്ടു. ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരുവർക്കും നേരെയുള്ള ആക്രമണമായി കാണും എന്ന ഈ ഒരു കരാർ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. മറുഭാഗത്ത് UAE ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. 2026 ജനുവരിയിൽ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് ഇന്ത്യ സന്ദർശിക്കുകയും $200 ബില്യൺ വ്യാപാര ലക്ഷ്യവും തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തവും പ്രഖ്യാപിക്കുകയും ചെയ്തു. AI ഇംപാക്ട് സമ്മിറ്റിൽ പങ്കെടുക്കാൻ 2026 ഫെബ്രുവരിയിൽ അബുദാബി കിരീടാവകാശി വീണ്ടും ഇന്ത്യയിലെത്തി. അതായത് സൗദി പാകിസ്ഥാനോട് അടുക്കുമ്പോൾ UAE ഇന്ത്യയോടൊപ്പം ചേർന്ന് ഒരു പുതിയ അച്ചുതണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ ഒരു മത്സരം ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സൗദി സൈന്യത്തെ പിന്തുണയ്ക്കുമ്പോൾ UAE വിമത ഗ്രൂപ്പായ RSFനെ സഹായിക്കുന്നതായി ആരോപണമുണ്ട്. സൊമാലിയയിലും എറിത്രിയയിലും ഇരുവരും സ്വാധീനത്തിനായി മത്സരിക്കുന്നു. ചെങ്കടലിലെ അതായത് റെഡ് സീയുടെ നിയന്ത്രണം ആർക്കായിരിക്കുമെന്ന ചോദ്യമാണ് ഈ മത്സരങ്ങൾക്ക് പിന്നിൽ. ആധുനിക സാങ്കേതിക വിദ്യയിലും AI മേഖലയിലും സൗദിയേക്കാൾ മുൻപിലാണെന്ന് UAE അവകാശപ്പെടുമ്പോൾ തങ്ങളാണ് അറബ് ലോകത്തെ വല്യേട്ടൻ എന്ന് സൗദി ആവർത്തിക്കുന്നു. ചുരുക്കത്തിൽ സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ഈ അധികാര വടംവലി പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ അടിമുടി മാറ്റിവരയ്ക്കുകയാണ്. മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് ഇരുപക്ഷവും തയ്യാറല്ല. ഇത് ഗൾഫിനെ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ അതോ ആരോഗ്യകരമായ ഒരു മത്സരമായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.